ഇപ്പൊ വായിലൂടെ കഴിക്കുമ്പോൾ അത് തൊണ്ടയിൽ നിന്നും ഇറങ്ങിപ്പോകുമ്പോഴാണ് യഥാർത്ഥത്തിൽ എന്താവുന്നത്, നോമ്പ് മുറിയുന്നത്. ഒരാൾ വായയിൽ വെള്ളം വെച്ചുകൊണ്ട് കൊപ്പിളിക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. വായക്ക് എപ്പോഴും സഹോദരങ്ങളെ മനസ്സിലാക്കുക, ഉള്ളിലാണെങ്കിലും അതിന്റെ ഹുക്കുമു ലാഹിറാണ്, ബാഹ്യമായ അവയവത്തിന്റെ ഹുക്കുമാണ്. അതുകൊണ്ടാണ് മുഖം കഴുകാൻ പറഞ്ഞപ്പോൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, വായയുടെ അകത്തും കഴുകണം, അല്ലെ? മുഖം കഴുകാൻ പറഞ്ഞപ്പോൾ നിർബന്ധമായി വായയുടെ ഉള്ളകം കഴുകാനും പറഞ്ഞിട്ടുണ്ട്. അതിന് ഹുക്കുമു ലാഹിറാണ്. അതുകൊണ്ട് തന്നെ നോമ്പിനും വെള്ളം ഇപ്പൊ വായിലകത്തായാലും എന്ത് പ്രശ്നമില്ല, കുഴപ്പമില്ല. തൊണ്ടയിൽ നിന്ന് താഴേക്ക് ഇറങ്ങുമ്പോഴാണ് നോമ്പ് മുറിയുന്നത്. അതുകൊണ്ട് തന്നെ കാണാൻ സാധിക്കും, മസ്അല കാണാൻ സാധിക്കും, സ്ത്രീകളൊക്കെ സംബന്ധിച്ചിടത്തോളം നോമ്പിന്റെ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ അതിനുവേണ്ട ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അവർക്ക് വേണമെങ്കിൽ രുചി നോക്കാവുന്നതാണ്. അവരുടെ നാമ്പിന്റെ തുമ്പത്ത് വെച്ചുകൊണ്ട് ഭക്ഷണത്തിന്റെ ഉപ്പോ പുളിയോ ഒക്കെ അവർക്ക് നോക്കാവുന്നതാണ്. നോക്കിയതിനു ശേഷം തുപ്പിക്കളഞ്ഞാൽ മതി, പിന്നീട് വെള്ളം വായിൽ കൊപ്പിളിച്ച് കളഞ്ഞാൽ മതി. അത് നോമ്പ് മുറിക്കുന്ന കാര്യമല്ല. അത് സഹോദരങ്ങളെ, നമുക്ക് അതിന്റെ മസ്അല വളരെ കൃത്യമായി പണ്ഡിതന്മാർ ഉദ്ധരിച്ചത് കാണാൻ സാധിക്കും. അപ്പൊ ഇറക്കുക എന്നുള്ളതാണ് നോമ്പ് മുറിയാനുള്ള കാരണമായിട്ട് പറയുന്നത്.